ഇന്ന് നാട്ടിലെത്തി ചുമ്മാ ഒന്ന് പുറത്ത് കറങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു പഴയ ഗ്രാമീണത തുളുമ്പുന്ന ഒരു കട കണ്ടു. അവിടെ സ്പെഷ്യലായിട്ട് കായും കോയും എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് മേടിച്ചൊന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു നാടൻ രുചിയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെ ഫുഡ് കഴിക്കുന്നത്. അതിനുശേഷം ഒരു കാന്താരി മുട്ട ട്രൈ ചെയ്തു. മുട്ടയ്ക്കകത്ത് കാന്താരി മുളകൊക്കെ അരച്ച് ഫില്ല് ചെയ്തത് അതെനിക്ക് ഇച്ചിരി സീനായിട്ട് തോന്നി. ഏതായാലും കഴിച്ചു. പിന്നെ ഞങ്ങൾ കണ്ണൂരിൻ്റെ സ്വന്തം കല്ലുമ്മക്കായ ഓർഡർ ചെയ്തു. കല്ലുമ്മക്കായയും 2 ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ വിദ്യച്ചിക്ക് ക്യാമറനെ ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമാണ്. അപ്പം ഞാൻ തന്നെ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ പട്ടി ഷോ തുടങ്ങി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ വയറ് ഫുള്ളായിരുന്നു. എന്നിട്ടും 2 കഴിച്ചു. പിന്നെയും 2 കൂടി ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ വീട്ടിലോട്ട് പാർസലും ചെയ്തു മേടിച്ചു. അത്രയും നല്ല സ്വാദായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എക്സ്പ്രഷനിട്ട് വെറുപ്പിക്കുക. അതിനുശേഷം നല്ല ചായ മേടിച്ച് കുടിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ വന്നിട്ട് ഇത്രയും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ചായ കുടിക്കുന്നതും വൈബ് ചെയ്തതും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. എപ്പോഴും തിരക്കുകളിലും ഓട്ടങ്ങളിലുമാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഫിംഗർ ലിക്കിങ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പട്ടിഷോ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. ഒരു കലർപ്പില്ലാത്ത മായമില്ലാത്ത ഭക്ഷണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് മൊത്തത്തിൽ എനിക്ക്. അതിനുശേഷം അവിടെ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം കുറച്ച് സ്പെഷ്യലാണെന്ന് പറഞ്ഞു കടയിൽ. അപ്പോൾ ഉണ്ണിയപ്പം എനിക്ക് വിദ്യച്ച് വായിലൊക്കെ വെച്ച് തന്നു. ഗുഡായിരുന്നു. അതിനുശേഷം ഉപ്പിലിട്ട തണ്ണിമത്തനും ഉപ്പിലിട്ട ക്യാരറ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോയി. ഓക്കേ.